പിള്ളേച്ചന് എന്താ ഇവിടെ? യു ബ്ലഡി ചീറ്റ്! എന്റെ റിവോൾവർ ഉപയോഗിച്ച് ആൽബർട്ട് എന്ന പയ്യനെ കൊന്നത് താനല്ലേ? അതെ, ഞാനാ കൊന്നത്. എന്താ? ഫ്രാൻസിസ്, ഐ വിൽ പുട്ട് യു ബിഹൈൻഡ് ദ ബാർസ്. ഹേയ്, പരാക്രമമൊന്നും കാണിക്കാതെ ആദ്യം ഉണ്ടായ കാര്യം സാവകാശം ഒന്ന് കേൾക്കും. എന്നിട്ട് മതി അറസ്റ്റും കോപ്പും ഒക്കെ. ഭരതൻ മേനോന് ഞാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവസാനത്തെ ദിവസവും കഴിഞ്ഞ് ആകെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പോഴാ തന്റെ ഫോൺ വരുന്നത്. എന്റെ അനിയനും പിള്ളേരും കൂടി മേനോന്റെ മോളെ റേപ്പ് ചെയ്തെന്നും ഞാൻ ഉടനെ വരണമെന്നും പറഞ്ഞു. നേരെ ഞാൻ തന്റെ വീട്ടിലെത്തി. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പിള്ള പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഭരതൻ മേനോന്റെ കാല് പിടിച്ചെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാമല്ലോ ഞാനും ഭരതൻ മേനോനും തമ്മിലുള്ള പ്രോബ്ലംസ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ അങ്ങനെ ഫേസ് ചെയ്യാന് എന്ന് പറഞ്ഞാൽ പറ്റൂ? തന്റെ അനിയന്റെ കാര്യത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ഒതുക്കി തീർത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാവുകയെ. ഒരു മിനിറ്റ്. റേപ്പ് കേസിൽ നിന്നും പിള്ളേരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തെ പറ്റിയൊന്നും അല്ല ഞാൻ ചിന്തിച്ചത്. ഭരതൻ മേനോനെ ഒതുക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് ഇനി കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എത്രയും വേഗം ആൽബർട്ടിനെ കയ്യിൽ കിട്ടുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. എന്ത് തീരുമാനിച്ചു? ഞാൻ എന്തായാലും മേനോനൊന്ന് കണ്ടിട്ട് വരാം. അവന്റെ ബോഡി ഞാൻ മേനോന്റെ കാർ ഷെഡിൽ കൊണ്ടിട്ടു. മേനോനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നില്ല എന്റെ ഉദ്ദേശം. അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. മേനോന്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്തു. എന്താ മേനോ സാറേ ഇത്? അല്ല, അത് സാരമില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മകളുടെ ലവറാണല്ലേ. സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതേ ചെയ്യൂ. ഫ്രാൻസിസ്, എനിക്കൊന്നും അറിയില്ല. പേടിക്കണ്ട, ഞാൻ വഴി ഒരു കുഞ്ഞും ഇതറിയാൻ പോകുന്നില്ല. സാർ ഒരു കാര്യം ചെയ്യണം, ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി താഴ്ത്താൻ നോക്കണം. അതിന് വേണ്ട വല്ല ഏർപ്പാടും വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. പിന്നെ എന്റെ പണത്തിന്റെ കാര്യത്തിൽ സാർ 2-3 മാസം സമയം കൂടി തന്നേ പറ്റൂ. ഞാൻ അതിനാ വന്നത്.
അല്ല, ഈ കാര്യം ഞാൻ ആരുടെ പറയാൻ പോകുന്നില്ല. മേനോ സാറിനെ കണ്ടോ? പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭരതൻ സാർ കംപ്ലൈന്റ് ഒന്നും പോവില്ല. ഇതാ. ഇതെപ്പോ എടുത്തതാൻ? ഒരു ധൈര്യത്തിന്, പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല. എന്താ ഇപ്പൊ വിശ്വാസമില്ലേ? അന്ന് താൻ എന്നെ വിശ്വസിച്ചു. അവിടെയാണ് പിള്ളേച്ചാ തനിക്ക് അബദ്ധം പറ്റിയത്. തോക്ക് വാങ്ങി ബുള്ളറ്റിന്റെ എണ്ണം നോക്കുമ്പോ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അതിലൊരു ബുള്ളറ്റിന്റെ കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് ഷെല്ലില്ല എന്ന്. ഇനിയുള്ളത് പോലീസ് സ്റ്റേഷൻ പറയാം. പിള്ളേച്ചോ, പോലീസിന് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ കൈ ശുദ്ധമാണ്. വെടിവെച്ച തോക്കും ബുള്ളറ്റും എല്ലാം തന്റേതായിരുന്നു. അപ്പൊ ആരാ അകത്താവുന്നത്? ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. തനിക്കെതിരായ തെളിവുകൾ എവിടെ എങ്ങനെ നൽകണമെന്ന് എനിക്കറിയാം. അതിന് താൻ ജീവനോടെ വെളിയിൽ പോയാലല്ലേ? ഇതാ കണ്ടോ, ഈ അവസ്ഥയിലായിരിക്കും താൻ ഇവിടുന്ന് പോകുന്നത്. You dirty bastard, I will kill you. കഴിവറ മോനെ, നീ ഒറ്റ ഒരുത്തൻ കാരണം 2 ചെറുപ്പക്കാരുടെ ജീവിതമാണ് തൊലഞ്ഞത്. ഞാനല്ല ഇതൊന്നും ചെയ്തു. പിന്നെ ആരാ? ഫ്രാൻസിസ്. ഫ്രാൻസിസോ? ഒരു കാരണവശാലും ഫ്രാൻസിസ് രക്ഷപ്പെടാൻ ഇടയായിരുന്നു. എത്രയും വേഗം പോലീസുമായി ഞാൻ വന്നോളാം.
ഹ്!